വാക്യവുമായിട്ട് നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ എത്തുകയാണ്. എൻ്റെ പ്രേക്ഷകർ, എൻ്റെ ശ്രോതാക്കളായ പ്രാർത്ഥനാ സഹകാരികളായിട്ടുള്ള ലക്ഷക്കണക്കിന് ലോകത്തിലുള്ള പ്രിയപ്പെട്ടവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനങ്ങൾ. അധ്യാപകൻ ക്ലാസ് എടുക്കുന്ന ഒരു ക്ലാസ് റൂം, 50ഓളം വിദ്യാർത്ഥികൾ ഒരുമിച്ചിരിക്കുന്നു. കോളേജാണ്. അധ്യാപകൻ ഇങ്ങനെ ക്ലാസ് എടുത്തു വരുന്ന കൂട്ടത്തിൽ ദൈവം എന്നൊരു കോൺസെപ്റ്റ് അദ്ദേഹത്തിന്റെ ആ ലെക്ചറിങ്ങിനകത്ത് വന്നപ്പോൾ അദ്ദേഹം ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികളോട് പറഞ്ഞു, ദൈവത്തെ ആരും കണ്ടിട്ടില്ലല്ലോ, ദൈവം ഉണ്ടെന്നൊക്കെ പറയുന്ന ഒരു സങ്കല്പം മാത്രമാണ്, മനുഷ്യന്റെ ഒരു ചിന്ത മാത്രമാണ്. അല്ലെങ്കിൽ ദൈവത്തെ കാണട്ടെ, കണ്ടാൽ ഞാൻ വിശ്വസിക്കാം എന്ന് അധ്യാപകൻ പറഞ്ഞപ്പോൾ ആ ക്ലാസ്സിലെ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് എന്ന് അധ്യാപകനോട് പറഞ്ഞു, സാർ, കാണാതെ തന്നെ സാർ വിശ്വസിക്കുക സാർ, കാണാതെ സാർ സ്നേഹിക്കുക സാർ, അതിനൊരു അനുഭവം ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞ് അന്നത്തെ ക്ലാസ് അങ്ങ് പിരിഞ്ഞു. പിറ്റേ ദിവസം ആ പെൺകുട്ടി ഒരു ബ്യൂട്ടിഫുൾ പുസ്തകം ആ സാറിന്റെ ആ ടീച്ചേഴ്സ് റൂമിൽ വേറൊരു ചെറിയ കുട്ടിയെ കൊണ്ട് സാറിന് കൊടുപ്പിച്ചു. ആ കൊടുക്കുന്ന കുട്ടിയോട് പറഞ്ഞു, ഇത് ആരാ തന്നെന്ന് പറയരുത് പറഞ്ഞു. സാറ് ആ പുസ്തകം കൊണ്ടുപോയി വായിച്ചു. ഒരു 1 വീക്ക് കഴിഞ്ഞ ശേഷം ഈ പെൺകുട്ടി, ഈ ദൈവത്തെ കുറിച്ച് ക്ലാസ്സിൽ സംസാരിച്ച ഈ പെൺകുട്ടി ആ സാറിനെ കണ്ടു ചോദിച്ചു, സാർ കഴിഞ്ഞ ആഴ്ച ഒരു പുസ്തകം വായിച്ചില്ലേ, സാറിന് ഒരു പുസ്തകം കിട്ടിയായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? അതാരെങ്കിലും പറയട്ടെ. സാർ, പുസ്തകം എങ്ങനെയുണ്ട്? ഓ, വെരി ഗുഡ് ബുക്ക്, നല്ല പുസ്തകമാണ്. സാറിന് ആരാണ് തന്നത്? അത് എന്റെ ക്ലാസ് എന്റെ ടീച്ചർ റൂമിൽ ആരോ കൊണ്ട് ടീച്ചേഴ്സ് റൂമിൽ കൊണ്ട് തന്നു. ആരാ തന്നെന്ന് പറഞ്ഞില്ല. പക്ഷെ ആരാ തന്നതെന്ന് പറഞ്ഞില്ലെങ്കിലും, തന്നയാളിനെ അറിയില്ലെങ്കിലും, ആ പുസ്തകത്തിന് ഉടമസ്ഥനെ സാറിന് അറിയില്ലെങ്കിലും, സാറിന് ആ പുസ്തകം ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു. അതിന്റെ കാരണം എന്താ? അതിനകത്തെ ആശയങ്ങളാണ്, അതിനകത്തെ നന്മകളാണ്. സാർ, ആ പുസ്തകം സാറിന് കൊടുത്തുവിട്ടത് ഞാനാണ്. സാറിനോട് എനിക്ക് അതിലൂടെ ഒരു കാര്യം തെളിയിക്കാനുണ്ട്. സാർ ആ പുസ്തകത്തിന്റെ ഉടമസ്ഥനെ കണ്ടില്ല, ആ പുസ്തകം എഴുതിയ ആളെ സാറ് കണ്ടിട്ടില്ല, ആ പുസ്തകം സാറിന് തന്നുവിട്ട ആളിനെ സാറ് കണ്ടിട്ടില്ല. പക്ഷെ സാറിന് പുസ്തകം ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ട്? അതിനകത്തൊരു നന്മയുള്ളതുകൊണ്ട്. ഇതിന്റെ പേരാണ് എക്സ്പീരിയൻസ്, അനുഭവം. നമുക്ക് സൂര്യനെ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അടുത്ത് കാണാൻ പറ്റില്ല. പക്ഷെ ചൂട്, പ്രകാശം, വെയില്, ഇതൊന്നും പോരാഞ്ഞിട്ട് ഈ ഭൂമിയിലെ ധാന്യ വിഭവ സമ്പത്തുകൾക്ക് ആവശ്യമായതെല്ലാം ഈ പ്രകൃതിയിൽ നിന്ന്, മഴയും കാറ്റും, നാം ശ്വസിക്കുന്ന ശ്വാസോച്ഛ്വാസം നമുക്ക് ആരാണ് തരുന്നതെന്ന് സാർ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഓക്സിജന്റെ നിർമ്മാതാവ് ആരാണ്? അതിന്റെ ക്രിയേറ്റർ ആരാണ്? സാറിന് അറിയില്ല. ഹൈഡ്രജനും നൈട്രജനും ഉൾപ്പെടെ ഈ അന്തരീക്ഷത്തിലെ വാതകങ്ങൾ മുഴുവൻ ആരാ നിർമ്മാതാക്കൾ? അറിയില്ല. നമ്മളിവിടെ കണ്ടുപിടിച്ച കുറെ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുണ്ട്, ശരിയാണ്. പക്ഷെ കണ്ടുപിടുത്തങ്ങൾക്കെല്ലാം അപ്പുറമല്ലേ സൂര്യനും ചന്ദ്രനും നക്ഷത്രവും ഗാലക്സിയും സൗരയൂഥങ്ങളും ഭൂമിത്യരേഖയും അക്ഷാംശരേഖയും രേഖാംശരേഖയും എല്ലാം 7 സമുദ്രങ്ങളും അതിന്റെ അതിരുകളും നാം ഇന്ന് കാണുന്ന ആർട്ടിക്കയും അന്റാർട്ടിക്കയും ഐസും, ഇതെല്ലാം ശാസ്ത്രത്തിന്റെയും നമ്മളുടെ എല്ലാം കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറമല്ലേ സാർ? ഇതിനെല്ലാം ഒരു ക്രിയേറ്റർ ഉണ്ട്, ഇതിനെല്ലാം പിന്നിൽ ഒരു ഉടമസ്ഥനുണ്ട്. സാർ വായിച്ച പുസ്തകം പോലെ, സാർ വായിച്ച പുസ്തകത്തിന്റെ ഉടമസ്ഥനുണ്ട്, അതിനൊരു എഴുത്തുകാരനുണ്ട്. ആ ആളിനെ സാർ കാണണമെന്നില്ല, സാറിന് ആ പുസ്തകം കിട്ടിയാൽ മതി. അതിലെ ആശയമാണ് സാറിന്റെ ജീവിതം എന്ന് പറയുന്നത്. കേട്ടോ, ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഈ മെസ്സേജിന് അവസാനം ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്താം. നിങ്ങൾ ഒരിക്കൽ പോലും ദൈവത്തെ കണ്ടിട്ടില്ല, പക്ഷെ നിങ്ങളെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്.
നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ രൂപം ഉണ്ടാകാൻ കാരണം നിങ്ങൾ ഓരോ സെക്കൻഡിലും ശ്വസിക്കുന്ന ശ്വാസോച്ഛ്വാസം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങൾ ഓരോ ദിവസവും ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ ബർത്ത്ഡേസ്, നിങ്ങളുടെ ജന്മദിനങ്ങൾ, നിങ്ങൾക്ക് ആയുസ് തന്ന ആ ദൈവത്തെ, ആ ക്രിയേറ്ററെ ഇല്ലെന്ന് പറയുന്നത് ഉണ്ട്. ഒരമ്മ ഒരു മകനോട് പറഞ്ഞു, മോനെ പപ്പ ഗൾഫിലാണ്. അമ്മ കൺസീവ് ആയിരുന്നപ്പോൾ അദ്ദേഹം ഗൾഫിൽ പോയതാ. ഇപ്പൊ 5 വർഷമായി. അപ്പൻ വന്നിട്ടില്ല, അപ്പനെ മോൻ കണ്ടിട്ടുമില്ല. അവൻ ആകെ കൂടി അറിയാവുന്നത് അമ്മ പറഞ്ഞു കൊടുത്ത മാത്രമാണ്. അവനൊരപ്പനുണ്ട്, അദ്ദേഹം ദൂരെയാണ്, വരും, ഒരു ദിവസം കാണും. കാണുന്നത് വരെയും ഇല്ലെന്ന് വിശ്വസിക്കരുത്, ഒരിടത്ത് ഉണ്ടെന്ന് വിശ്വസിക്കണം. ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്താം. നിങ്ങൾ ഇന്ന് കഷ്ടത്തിലായിരിക്കാം, വേദനയിലായിരിക്കും, കുറച്ച് ഭാരത്തിലായിരിക്കും. പക്ഷേ ഇതെല്ലാം അറിയുന്ന നിങ്ങളുടെ ഒരു ക്രിയേറ്റർ ഉണ്ട്. അദ്ദേഹം ആശ്വാസദായകനാണ്, അദ്ദേഹം സൗഖ്യദായകനാണ്. നിങ്ങളുടെ തെറ്റുകൾ, കുറ്റങ്ങൾ ക്ഷമിച്ച് നിങ്ങളെ ഒരു പുതിയ മനുഷ്യനാക്കാൻ കഴിയുന്ന രക്ഷകനാണ്. ആ ദൈവത്തിൽ വിശ്വസിക്കുക. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ പാപങ്ങൾക്കായി, എന്റെ പാപങ്ങൾക്കായി, നമ്മുടെ പാപങ്ങൾക്കായി കാൽവറിയിൽ ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു. ആ ക്രിസ്തുവിനെ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്ത് ഞാൻ എന്റെ വാക്കിൽ നിർത്താം. നിങ്ങൾ ആ ദൈവത്തിന്റെ മകനാകുക, ആ ദൈവത്തിന്റെ മകളാകുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. God bless you. God bless you. God bless you.